ഹലോ, വോയിസ് ഓഫ് സൂര്യാഞ്ജലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കോഴിക്കോട് ടൗണിലൂടെ ചുമ്മാ കറങ്ങി നടക്കുകയാണോ? എന്നാൽ നേരെ വിട്ടോ പുതിയാപ്പയിലേക്ക്. അവിടെ ഒരു വലിയ വിശേഷം നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവമാണ് കേട്ടോ. ഡിസംബർ 18 മുതൽ 26 വരെയാണ് ഈ ഉത്സവം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചാത്തനാട്ട് ഇല്ലത്ത് ശ്രീ രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവം കൊടിയേറിക്കഴിഞ്ഞു കേട്ടോ. വർഷത്തിൽ ഒരു തവണയാണ് ഈ മണ്ഡല മഹോത്സവം ഇവിടെ നടക്കുന്നത്. എന്താണ് ഇത്ര പ്രത്യേകത എന്നല്ലേ? നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററിലധികം ഈ റോഡിൻ്റെ വശങ്ങളിലായിട്ട് ഇങ്ങനെ നിരവധി ബൾബുകൾ കൊണ്ട്, അലങ്കാര ബൾബുകൾ കൊണ്ട് അലങ്കരിച്ച് അതിമനോഹരമാക്കിയിരിക്കുകയാണ് വഴികൾ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിലേക്കുള്ള വഴികളാണ്. ഈ അമ്പലം കഴിഞ്ഞിട്ടും കുറച്ച് മുന്നോട്ടും കൂടെ ഇത്ര രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നു. പല നിറത്തിലുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു പ്രത്യേക ആകർഷണം കൂടിയാണ്. ഞങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പം തന്നെ അമ്പലത്തിനുള്ളിൽ നിന്ന് നമുക്ക് പ്രഭാഷണം നല്ല രീതിയിൽ പുറത്തേക്ക് കേൾക്കാമായിരുന്നു. കൂടാതെ തന്നെ ഒട്ടനവധി പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. ഈ ഡിസംബർ 24-നാണ് ഗായകൻ ശ്രീ വേണുഗോപാൽ സാറിൻ്റെ മകനായിട്ടുള്ള അരവിന്ദ് വേണുഗോപാൽ നയിക്കുന്ന നല്ലൊരു അത്യുഗ്രൻ ഗാനമേളയുണ്ട്. കൂടാതെ ഇരട്ടത്തായമ്പക, മെഗാ തിരുവാതിര, അങ്ങനെ ഒട്ടനവധി കലാപരിപാടികൾ കൂടെ ഈ അമ്പലത്തിലുണ്ട്. ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാരായിക്കോട്ടെ, വാഹനങ്ങളായിക്കോട്ടെ, ഒന്ന് സ്ലോ ആക്കി ഈ ഒരു വർണ്ണവിസ്മയം കാണാതെ പോകാൻ പറ്റില്ല. അത്രയും മനോഹരമാണ്. വളരെ ദൂരത്തുനിന്ന് തന്നെ നമുക്കിത് കാണുമ്പോൾ നമ്മൾ ഏതോ ഒരു വിസ്മയ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുക. അത്ര മനോഹരമായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ഇവിടെ. എടുത്തു പറയേണ്ടത്, പല രീതിയിലാണ് ഇവിടെ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാരിയുടെ രൂപത്തിൽ അലങ്കരിച്ച പോലെയാണ്. അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് തോന്നുക. പക്ഷേ എല്ലാം ഇത് ലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് എത്ര പേരുടെ അധ്വാനം ഈ ഒരു ലൈറ്റിന് പുറകിലുണ്ടാകും നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് നമ്മളെത്തി. അപ്പം നിങ്ങൾ ആലോചിക്കുക, എത്ര ദൂരത്തുനിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് നമുക്ക് ആലോചിക്കണം. അപ്പോൾ ഈ മെയിൻ എൻട്രൻസ് ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി ഇവിടെ കാണുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞും നിങ്ങൾക്ക് കാണാം എത്ര ദൂരം ഇനിയും ഈ ലൈറ്റിൻ്റെ ഒരു വിസ്മയ കാഴ്ച തന്നെ നമുക്ക് ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ സാക്ഷാൽ പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രം. അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. അപ്പം നമുക്ക് നോക്കൂ, നമ്മൾ എത്ര മനോഹരമായിട്ടാണല്ലേ ഇതൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അമ്പലം കഴിഞ്ഞിട്ടുള്ള വഴിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഇതേ രീതിയിൽ തന്നെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പം ഈ അമ്പലത്തിൻ്റെ ഉത്സവത്തിനെക്കുറിച്ച് അറിഞ്ഞവരും അറിയാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഇത് ഷെയർ ചെയ്യുക. നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നൊരു വർണ്ണവിസ്മയ കാഴ്ചയാണ്. അപ്പോൾ അതാരും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞങ്ങളും പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളും കണ്ടു. അപ്പോൾ ഡേറ്റ് മറന്നിട്ടില്ലല്ലോ, ഡിസംബർ 26 വരെയാണ്. നിങ്ങളുടെ എല്ലാവരോടും പറയുക, ഫാമിലിയിൽ പറയുക, ഫ്രണ്ട്സിനോട് പറയുക, ഇവിടെ വരിക. ഭഗവതിയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ എല്ലാവർക്കും. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.